ഫിൻജാൽ ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ തമിഴ്നാടിന് 944 കോടി രൂപ കേന്ദ്ര സഹായം. കേന്ദ്ര സംഘം തമിഴ്നാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സഹായം പ്രഖ്യാപിച്ചത്. മുഹമ്മദ് റയീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റയീസ്, ഇതിപ്പോൾ കേന്ദ്ര സംഘം വന്നു, അവിടെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ആദ്യ ഗഡു എന്ന നിലയിൽ 944 കോടി രൂപ അനുവദിച്ചു, അങ്ങനെ വേണം കരുതാൻ അല്ലേ? ജയകുമാർ, അതെ, ഇത് ആദ്യ ഘട്ട സഹായമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്പസമയം മുമ്പാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത്. അതായത് ഫിൻജാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നത്, മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരിട്ട് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് 2400 കോടി രൂപയാണ്. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്റ്റാലിനെ വിളിക്കുകയുണ്ടായി. ശേഷം ഒരു അടിയന്തര സഹായം എന്തായാലും നൽകും എന്നുള്ള കാര്യം ഉറപ്പു നൽകിയിരുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തമിഴ്നാടിന് ആദ്യ ഗഡു സഹായം ലഭിച്ചിരിക്കുകയാണ്. 944 കോടി രൂപയാണ് കേന്ദ്ര സഹായമായി ഇപ്പോൾ തമിഴ്നാടിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദുരിതബാധിത പ്രദേശങ്ങളൊക്കെ തന്നെ ഈ കേന്ദ്ര സംഘം സന്ദർശിച്ചിരുന്നു. ഇതിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ആ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ, ഫൈനൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല, പക്ഷേ സംഘം ഇവിടെ എത്തി പ്രാഥമികമായി കാരണങ്ങൾ, ഇവിടെയുള്ള അവസ്ഥ, പ്രധാനമായും 4 ജില്ലകളിൽ സംഭവിച്ച വൻ നാശനഷ്ടത്തിന്റെ ഒരു പ്രാഥമിക കണക്ക് മാത്രമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ 944 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര സഹായമായി നൽകിയിട്ടുണ്ട്. 2400 കോടി രൂപയാണ് കേന്ദ്രത്തിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷെ എന്തായാലും ആദ്യഘട്ടം എന്ന് നിലവിൽ കണക്കാക്കാം. അത്തരത്തിൽ 944 കോടി രൂപ. ശരി മുഹമ്മദ് റയീസ്, എന്തായാലും തമിഴ്നാട്ടിൽ കേന്ദ്ര സംഘം വന്നു, ദുരന്തബാധിത മേഖലകളിൽ സന്ദർശനം നടത്തി. അന്തിമ റിപ്പോർട്ട് ആകുന്നതിന് മുൻപ് തന്നെ 944 കോടി രൂപ അനുവദിച്ചു. 2000 കോടിയാണ് അവർ ആവശ്യപ്പെട്ടത്. അതിൽ ആദ്യ ഗഡുവാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലും ഈ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ കേന്ദ്ര സംഘം ആദ്യം വന്നതാണ്, പിന്നീട് മന്ത്രിമാർ വന്നതാണ്, പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് തമിഴ്നാടിന് ദുരന്തമുണ്ടായതിന് തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്ര സഹായം ലഭ്യമായത്. തമിഴ്നാടിന് കേന്ദ്ര സഹായം കിട്ടേണ്ടതാണ്, അവിടെയും വലിയ ദുരന്തം നേരിട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ വേറൊരു സമീപനമാണോ കേന്ദ്രത്തിനുള്ളത് എന്ന ചോദ്യം, എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട് ഈ തീരുമാനവും.